എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഫയർമാൻ, വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ ധാരാളം പോസ്റ്റുകളുണ്ട്. ഓരോ ആർമി കമാൻഡന്റിലും വേക്കൻസി ഉണ്ട്. പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഗ്രൂപ്പ് സി റിക്രൂട്ട്മെന്റ് ആണ്, സ്ഥിര നിയമനമാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ ഏതൊക്കെ പോസ്റ്റുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് കമാൻഡന്റ് ആർമി ബേസ് ഡൽഹിയാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഫയർമാൻ, വെഹിക്കിൾ മെക്കാനിക്, ഫിറ്റർ സ്കിൽഡ്, വെൽഡർ സ്കിൽഡ്, ട്രേഡ്സ്മാൻ, മേറ്റ് തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. കമാൻഡിംഗ് ഓഫീസർ, വർക്ക്ഷോപ്പ്, EME ഡൽഹിയിലേക്കാണ്. വാഷർമാൻ, കുക്ക് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി. കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് മധ്യപ്രദേശ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഇലക്ട്രീഷ്യൻ, ടെലികോം മെക്കാനിക്, അപ്ഹോൾസ്റ്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് വെസ്റ്റ് ബംഗാളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അവിടെ വേക്കൻസി ഫയർമാൻ തസ്തികയ്ക്കാണ്. അടുത്തത് കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് പ്രയാഗ്രാജ് UP-യിലേക്കാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഇലക്ട്രീഷ്യന്, അപ്ഹോൾസ്റ്റർ, മെഷീനിസ്റ്റ്, വെൽഡർ, ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത്, ട്രേഡ്സ്മാൻ തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത കമാൻഡന്റ് വർക്ക്ഷോപ്പ് ആഗ്ര UP-യിലേക്ക്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, എഞ്ചിനീയേഴ്സ് എക്യുപ്മെന്റ്, ഇലക്ട്രീഷ്യൻ ഹൈലി സ്കിൽഡ് ഗ്രേഡ് സെക്കൻഡ്, ടെലികോം മെക്കാനിക് ഹൈലി സ്കിൽഡ് ഗ്രേഡ് സെക്കൻഡ് തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത ക്വാളിറ്റി കൺട്രോൾ ആഗ്ര UP-യിലേക്കാണ്. ടെലികോം മെക്കാനിക് ഹൈലി സ്കിൽഡ് സെക്കൻഡിനാണ് വേക്കൻസി. അടുത്ത കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് മീററ്റ് UP-യിലേക്ക്. ടെലികോം മെക്കാനിക്, മെഷീനിസ്റ്റ്, വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് UP-യിലേക്കാണ്. ഇലക്ട്രീഷ്യൻ, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ടെലിഫോൺ ഓപ്പറേറ്റർ ഗ്രേഡ് സെക്കൻഡ്, ട്രേഡ്സ്മാൻ, മേറ്റ് തുടങ്ങിയ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത കമാൻഡന്റ് ആർമി ബേസ് വർക്ക്ഷോപ്പ് മഹാരാഷ്ട്രയിലേക്ക്. LDC, ഫയർമാന്, വെഹിക്കിൾ മെക്കാനിക് തുടങ്ങിയ തസ്തികയാണ്. അടുത്ത കമാൻഡന്റ് വർക്ക്ഷോപ്പ് ബാംഗ്ലൂർ കർണാടകയിലേക്ക്. LDC, സ്റ്റോർ കീപ്പർ, ഫയർമാൻ, ടെലികോം മെക്കാനിക്, ഇലക്ട്രീഷ്യൻ ഹൈലി സ്കിൽഡ് ഗ്രേഡ് സെക്കൻഡ്, ഫിറ്റർ തുടങ്ങിയ തസ്തികയിലേക്കാണ് അവിടെ വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിൽ ഓരോ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഇലക്ട്രീഷ്യൻ ഹൈലി സ്കിൽഡ് +2 ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഡിസർവ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നാഷണൽ കൗൺസിൽ ഓഫ് ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രേഡ്സും ചോദിക്കുന്നുണ്ട്. ഡിസർവ് ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത ഇലക്ട്രീഷ്യൻ ആണ്, +2 ആണ് സർട്ടിഫിക്കറ്റ്, കൂടാതെ ITI സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ടെലികോം മെക്കാനിക് +2 ആണ് ക്വാളിഫിക്കേഷൻ, കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അടുത്തത് എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ് മെക്കാനിക് ആണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ, അതിൻ്റെ കൂടെ ITI സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. മോട്ടോർ മെക്കാനിക്കൽ അല്ലെങ്കിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വെഹിക്കിൾ മെക്കാനിക് ആണ്. +2 ക്വാളിഫിക്കേഷൻ പ്ലസ് ITI ആണ്. അടുത്ത ടെലിഫോൺ ഓപ്പറേറ്റർ ആണ്. 10ാം ക്ലാസ്സും അതിൻ്റെ കൂടെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാൻഡ്ലിംഗിൽ അതുപോലെ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെഷീനിസ്റ്റ് ആണ്. ITI ആണ് സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ. ഫിറ്റർ ITI ആണ് ക്വാളിഫിക്കേഷൻ. ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് ITI ആണ് ക്വാളിഫിക്കേഷൻ. അടുത്ത അപ്ഹോൾസ്റ്റർ ആണ്. ITI ആണ് ക്വാളിഫിക്കേഷൻ. വെൽഡർ ITI ആണ് ക്വാളിഫിക്കേഷൻ. സ്റ്റോർ കീപ്പർ +2 ആണ് ക്വാളിഫിക്കേഷൻ. ലോവർ ഡിവിഷൻ ക്ലർക്കും +2 ആണ് ക്വാളിഫിക്കേഷൻ. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർമാൻ 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. കുക്ക് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ, കൂടാതെ കുക്കിംഗ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രേഡ്സ്മാൻ മേറ്റ് 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. വാഷർമാൻ 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. സോ ഇത്രയും പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്നത് 165 സെന്റിമീറ്റർ ആണ്. ഫിസിക്കൽ ഉള്ള പോസ്റ്റുകൾക്കാണ് ഈ ഫിസിക്കൽ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്നത്. 165 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്റ് 81.5ഉം 85 സെന്റിമീറ്റർ ആണ്. എക്സ്പാൻഷൻ വരുമ്പോൾ 50 കിലോഗ്രാം ഭാരം മിനിമം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർമാൻ്റെ ആണ്. ഫയർമാൻ 63.5 കിലോഗ്രാം. ക്യാരിങ് എ മാൻ, ഫയർമാൻ ലിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. ഇതിൽ നിന്ന് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 28 വയസ്സ് OBCയും 30 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സും റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. സോ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്ന് വെച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്.